ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത്. അതിപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാരും കമന്റ് ഇടുന്നു, ഓരോന്ന് റീപോസ്റ്റ് ചെയ്യുന്നു, എന്നെ ട്രോളിക്കൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്ത് ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സദാചാരി അമ്മയെ മകളെക്കുറിച്ച്. ഒരു യൂട്യൂബർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം. തലവേദനയായിട്ട് BP കുറഞ്ഞിട്ട് റോഡരികിൽ വണ്ടി നിർത്തി ഭാര്യയുടെ മടിയിൽ തല വെച്ച് കിടന്ന അദ്ദേഹത്തോട് അപമര്യാദയായി പെരുമാറി സദാചാരത്തിൻ്റെ പേരിൽ. ശരിക്കും പറഞ്ഞാൽ സദാചാരം ആചരിച്ചല്ല, അവർ ദുരാചാരം ആചരിച്ചെന്ന് പറയേണ്ടി വരും. ആ പെൺകുട്ടി ഒരു കാര്യങ്ങളും അന്വേഷിക്കാതെ എന്തുകൊണ്ടാണ് വണ്ടി നിർത്തിയതെന്നൊന്നും ചോദിക്കാതെ വെറുതെ അങ്ങ് അപാദങ്ങളെ പടച്ചു വിട്ടു. അവർ ഭാര്യയും ഭർത്താവും ആണെന്ന് പോലും അറിയാതെ, ചോദിച്ചു ഒന്നും മനസ്സിലാക്കാതെ. അതുകൊണ്ട് എന്തായി? ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ഭാര്യയ്ക്കും ഭർത്താവിനും എതിരെ കേസ് കൊടുത്തു. ഇപ്പം അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം. വണ്ടിക്കൂലിയും മുടക്കി ആരോഗ്യം കളഞ്ഞ്. പ്രഷർ കുറഞ്ഞതുകൊണ്ടാണ് യൂട്യൂബർ അദ്ദേഹവും ഭാര്യയും അവിടെ റെസ്റ്റ് എടുത്ത്. അദ്ദേഹത്തിന് തലവേദനയായിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിയായിരുന്നു. അപ്പോൾ പ്രഷർ കൂടിയ ഒരാളാണ് ആ സ്ഥാനത്തെങ്കിലോ ഈ പെൺകുട്ടി ആ നാട്ടുകാരുടെ ആ അമ്മയുടെയൊക്കെ ഇടപെടൽ കാരണം അയാളെ വടിയാക്കി കൊടുത്തേനെ. പ്രഷർ കൂട്ടി കൊടുത്തു. ഇത് പറയുന്ന അവരാ നാട്ടിൽ വേണ്ടാതിന് കഞ്ചാവ് അടിച്ച് അല്ലാതൊക്കെ ആൾക്കാർ അങ്ങനെ ഔട്ട് ഓഫ് ഓർഡറായിട്ട് നടന്നൊക്കെ വരാറുണ്ട്, കാർ വർക്ക് ചെയ്യാറുണ്ട് നാട്ടിൽ നിന്നൊക്കെയാണ് പറയണത്. അതിപ്പോൾ ആ നാട്ടിൽ മാത്രമല്ല, മിക്കയിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെയൊക്കെ ചെന്ന ആൾക്കാരെ ഇങ്ങനെ സദാചാരം ആദരിച്ച് അവരുടെ ജീവിതമൊക്കെ സ്പോയിൽ ചെയ്യുകയാണോ, നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ, വേണ്ട രീതിയിൽ കൈകാര്യം. പല നാട്ടിലും ഉണ്ട് എല്ലാ സൈസ് ആൾക്കാർ. ആ പെൺകുട്ടി അമ്മയെ അവരൊക്കെ ആ സദാചാരം ആചരിക്കുന്ന വീഡിയോ എടുത്ത് അദ്ദേഹം ഭാരതീയ ന്യായ സംഹിത പ്രകാരമായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ഞാൻ വേറൊരാളുടെ വീഡിയോയിൽ കണ്ടതാണ്. അദ്ദേഹത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം സംഭവിച്ചപ്പോൾ പിന്നെ മറ്റുള്ളവരെ അതിക്രൂരമായി ഒരു കൂട്ടരെ ആക്രമിക്കണ കണ്ടപ്പോൾ അത് നിയമം സംരക്ഷിക്കേണ്ടവരെ ആക്രമിക്കണ്ടപ്പോൾ അദ്ദേഹം പോയി വീഡിയോ എടുത്തു. അന്നേരം അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് എടുത്തതെന്ന്. അദ്ദേഹത്തോട് ആ അധികാരികൾ ആവശ്യപ്പെടുകയാണ് വീഡിയോ എടുക്കരുതെന്ന്. അപ്പോൾ അദ്ദേഹം പറയാനായിട്ടാണ് അങ്ങനെ ഒരു ആ നിയമം. അതായത് ആ നിയമത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. തെളിവുകൾ വേണം. അതിന് നമുക്ക് ആ നിയമപ്രകാരം എടുക്കുന്നതിന് കുഴപ്പമില്ല. എന്ത് കഷ്ടമാണ് ഒരു മനുഷ്യൻ. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമപ്രകാരം അദ്ദേഹം സുഖമില്ലാത്തതുകൊണ്ടാണ് വണ്ടി ഒതുക്കിയിട്ട് റെസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഈ പെൺകുട്ടി കേസ് കൊടുത്തതും അതുമായി ബന്ധപ്പെട്ടല്ല. ഈ അനുഭവിച്ചവരുടെ സ്ഥാനത്ത് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവുമാണ് ഇതുപോലെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നതെങ്കിലും ആ പെൺകുട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ആരോഗ്യപരമായി വെല്ലുവിളി നേരിടുന്ന ഒരാളോട് ഇങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്. ആ പെൺകുട്ടി പറയുന്നത് അവർ നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ട് അറിഞ്ഞില്ല ഭാര്യയും ഭർത്താവുമാണെന്ന്. അതിനെ നെറ്റിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? അതോ കഴുത്തിൽ ബോർഡ് കെട്ടി തൂക്കണോ രണ്ടുപേരും, ഭാര്യ ഭർത്താവ്? അല്ലെങ്കിൽ പിന്നെ അവർ അവരുടെ എന്തെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് കെട്ടി തൂക്കണോ കഴുത്തിൽ? എന്നിട്ട് ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റും സമ്മതിക്കുന്നില്ല ആ പെൺകുട്ടി ആ നാട്ടുകാരും. അവർക്ക് ഒരു വാക്ക് ചോദിക്കായിരുന്നു. വേറെ നാട്ടിലും ഉണ്ട് തെറ്റുകൾ കാണുമ്പോൾ ചോദിക്കാൻ പോകുന്ന ആൾക്കാർ, അന്വേഷിക്കാൻ പോകുന്നവർ. അവരൊക്കെ ഇതുപോലെ ചാടി സദാചാരം ആചരിക്കുന്നവരായിരിക്കില്ല. എടുത്ത് വലിയ ആൾക്കാരാവാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല. പോലീസുകാർക്ക് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. നിയമം കയ്യിലെടുക്കാൻ നാട്ടുകാർക്ക് ആരാണ് അധികാരം കൊടുത്തത്? എന്തുകൊണ്ട് സദാചാരം ആചരിക്കാൻ പോയിന്ന് ആ പെൺകുട്ടിയോടും ആ കേസ് കൊടുത്ത ആൾക്കാരോടും. ഈ സദാചാരത്തിന് ഇരയാക്കപ്പെട്ട ആ ഭാര്യയും ഭർത്താവിനും വിളിച്ച് പോലീസ് അധികാരികൾ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ മാനസിക നില അത്ര ശരിയല്ല. അതാണ് അവർ തന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്കും സംശയം തോന്നും. ഈ പെൺകുട്ടി ആദ്യം അദ്ദേഹം ആ ഇരയാക്കപ്പെട്ട അദ്ദേഹം എടുത്ത വീഡിയോയിൽ പറയുന്നതല്ല, പിന്നീട് ആ പെൺകുട്ടി നാട്ടുകാരിട്ട വീഡിയോയിൽ പറയുന്നത്. രണ്ട് തരത്തിലാണ് പറയണത്, ഒരു സ്ഥിരതയില്ലാത്ത പോലെ. ഇരയാക്കപ്പെട്ട ഭർത്താവും ഭാര്യയും അവർ ആ ആദ്യത്തെ അദ്ദേഹം എടുത്ത ആ വീഡിയോയിൽ ഭാര്യ ഇറങ്ങിച്ചെന്ന് അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ആശുപത്രിയിൽ പോയി പരിശോധന കഴിഞ്ഞ് വന്നാണെന്നൊക്കെ. ഈ ഓരോരുത്തർ സദാചാരം ഇതുപോലെ ആചരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആൺപിള്ളേരുള്ള സന്ദർഭങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്തു. ഇവരെന്തെല്ലാം പറയില്ല, പറഞ്ഞുണ്ടാക്കും. വേണ്ടാതീനം സദാചാരം ആചരിക്കാൻ വരുമോ? പിന്നെ പല പല പേടികളുള്ള അമ്മമാരുണ്ട്.
സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഭയക്കുന്നവരുണ്ട്. പിന്നെ ആൺസുഹൃത്തും പെൺസുഹൃത്തും ഉണ്ടാകാം. ഒരുപക്ഷെ രാത്രി എന്തെങ്കിലും ജോലിപരമായ എന്തെങ്കിലും കാരണത്താൽ വൈകി വരുമ്പോൾ ആൺസുഹൃത്തായിരിക്കാം ഒരുപക്ഷെ യാത്രയാക്കുന്ന. ഇതുപോലത്തെ സദാചാര ഊളികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പെണ്ണുങ്ങൾക്ക് സംരക്ഷണം കിട്ടാതെ പോവില്ലേ? നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുകൊണ്ടാണ് ഇങ്ങനെ സദാചാര ഊളികൾ ഉണ്ടെന്നുള്ളത് നാട്ടുകാരെ അറിയുന്നതും. ഈ ആണെങ്കിൽ ഇതുപോലെ സംഭവിക്കാതിരിക്കുമായിരിക്കും എന്ന ഒരു പ്രതീക്ഷ മറ്റുള്ളവർക്കും നൽകുന്നത്.